അനീതികൾക്കെതിരെ പ്രതികരിച്ചു. യോഹന്നാനെ സഭയിൽ നിന്ന് പുറത്താക്കിയതോടെ ക്രിസ്തീയ സഭകളുടെ അനീതികളെ അദ്ദേഹം തുറന്നെതിർത്തു. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തീയ സഭകളുടെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ യോഹന്നാൻ 1906 വാകത്താനത്തിനടുത്ത് ആദിച്യൻ എബ്രഹാമിന്റെ ഭവനത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് യോഹന്നാൻ ബൈബിൾ കത്തിച്ചു. യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ്. 1909 യോഹന്നാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ചു. 1909 യോഹന്നാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ചു. കാണുന്നില്ലൊരക്ഷരവും എന്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ഭൂരഹിതർക്ക് ഭൂമി നൽകുക, അധകൃതർക്ക് പൊതു സ്കൂളിൽ പ്രവേശനവും സർക്കാർ ജോലി സംവരണവും നൽകുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് കുമാരഗുരുവാണ്. ദളിതരുടെ വിദ്യാഭ്യാസോന്നമനത്തിനു വേണ്ടി യോഹന്നാൻ ധാരാളം സ്കൂളുകൾ സ്ഥാപിച്ചു. അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടുകൂടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ക്രൈസ്തവനും ഹിന്ദുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ് പൊയ്കയിൽ യോഹന്നാൻ. സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷങ്ങൾ 1921, 1931. ക്രിസ്തുമതത്തിലെ സവർണ മേധാവിത്വത്തിനെതിരെ കുമാരഗുരു നടത്തിയ പ്രക്ഷോഭങ്ങളെ അടിലഹള എന്നാണ് അക്കാലത്ത് വിളിച്ചിരുന്നത്. പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മുണ്ടക്കയം ലഹള, മംഗലം ലഹള, വെള്ളനാടി സമരം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി അവശതയനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ (PRDS) എന്ന സംഘടന രൂപീകരിച്ചു. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. പ്രത്യക്ഷ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. പൊയ്കയിൽ കുമാരഗുരുവിന്റെ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ഉപകേന്ദ്രങ്ങളായ സ്ഥലങ്ങളേത്? അമരക്കുന്നം, ഉദയൻകുളങ്ങര. PRDSന്റെ രക്ഷാധികാരി കുമാരഗുരുദേവൻ. PRDSന്റെ മുഖപത്രം ആദിയാർ ദീപം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിനു ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകൾ: പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ. ദളിതരായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും PRDSൽ അംഗമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. PRDSന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി തിരുവിതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 125 ഏക്കറോളം ഭൂമി അദ്ദേഹം വാങ്ങിച്ചു. ക്രിസ്തീയതയും ഹിന്ദുത്വത്തെയും എതിർക്കുക, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന തത്വത്തിൽ വിശ്വസിക്കുക, സൃഷ്ടാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നിവയായിരുന്നു പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ തത്വങ്ങൾ. പൊയ്കയിൽ കുമാരഗുരു 1939 ജൂൺ 29 സമാധിയായത്. പൊയ്കയിൽ യോഹന്നാന്റെ കവിതകളുടെ സമാഹാരം അറിയപ്പെടുന്നത് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാൻ സാധുജന പരിപാലന സംഘത്തിൽ അംഗം കൂടിയായിരുന്നു. പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചുള്ള ഈ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക്